നമസ്കാരം, ഞാൻ സുനിതായി, ACD ഇൻസ്ട്രക്ടർ, എലത്തൂർ ഗവൺമെന്റ് ITI കോഴിക്കോട്. ഞാൻ എടുക്കാൻ പോകുന്നത് പ്രഷർ എന്ന പോർഷനാണ്. അതായത് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ പ്രഷർ എന്ന പോർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പ്രഷർ എന്താന്ന് എല്ലാവർക്കും അറിയാം. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ആ ഒരു പ്രതലത്തിൽ ഇമ്പാക്ട് ഉണ്ടാവും. ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നതിനെ പറയുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സും ആ ഒരു ഇമ്പാക്ട്. ഈ പ്രഷർ പറയാൻ പോകുന്ന പാർട്സുകൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് പ്രഷർ, യൂണിറ്റ് ഓഫ് പ്രഷർ ഇൻ ഡിഫറെന്റ് സിസ്റ്റം, types of pressure, measuring instrument. What is pressure? Pressure is the amount force exerted on a surface per unit area is defined as pressure. അതായത് ഒരു ഏരിയയിൽ, ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് തന്നെയാണ് എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഫോഴ്സ് ബൈ ഏരിയ എന്നും define ചെയ്യാം. Okay. Then the force applied is perpendicular to the surface of object per unit area. The basic formula is force by area. ഫോർമുല ആൻഡ് യൂണിറ്റ് ഓഫ് പ്രഷർ ആണ്. പ്രഷർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന്. അതായത് F/A. നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ് ആണെന്ന് ന്യൂട്ടൺ. ഓക്കെ, അപ്പം ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പം പ്രഷർ എന്തായിരിക്കും? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റായ ന്യൂട്ടനും പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, SI യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഷറിന്റെ പാസ്കൽ ആണ്. ഓക്കെ, മെട്രിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബാർ. അതായത് ഈ പാസ്കൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെഷർമെന്റ് അത് സ്മോൾ ആണ്. ടു സ്മോൾ ആയത് കാരണം നമ്മൾ പ്രഷറിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ബാർ. അതായത് 1 പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 1 ബാർ എന്ന് പറയുന്നത് 10⁵ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതായത് 100 ന്യൂട്ടൺ ഫോഴ്സ് 2 മീറ്റർ സ്ക്വയറിൽ ഒരു ലിക്വിഡ്, അതായത് 2 മീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു ലിക്വിഡില് നമ്മൾ എന്ത് ചെയ്യും? ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കും. അപ്പൊ എത്രയാണ് പ്രഷർ ഉണ്ടാവുക? ഓക്കെ, ഇപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 2 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ 100/2. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുക 100/2 50 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡിഫറെന്റ് സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ബ്രിട്ടീഷ് യൂണിറ്റിലാണെങ്കിൽ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. അതായത് LB പെർ ഇഞ്ച് സ്ക്വയർ. മെട്രിക് യൂണിറ്റിലാണെങ്കിൽ ഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ, അതായത് ഗ്രാം പെർ സെന്റിമീറ്റർ. ഓക്കെ, MKSലാണെങ്കിൽ കിലോഗ്രാം പെർ സ്ക്വയർ മീറ്റർ, അതായത് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഇന്റർനാഷണൽ ആണെങ്കിൽ ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ, ന്യൂട്ടൺ പെർ മീറ്റർ. ഇന്റർനാഷണലാണ് നമ്മൾ എപ്പോഴും ഈ പ്രഷറിനെ കാണാറ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുമ്പോൾ അധികവും യൂസ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് പ്രഷർ. ടൈപ്പ് ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക്, ഗേജ് പ്രഷർ, വാക്വം പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് റെഫർ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പ്രാക്ടിക്കൽ, അതായത് അപ്ലിക്കേഷൻസ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ ഈ ഒരു ഗ്രാഫിൽ എല്ലാ പ്രഷറിന്റെയും റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ പ്ലസ് വാക്വം പ്രഷർ ആണ്. അതായത് പ്രഷർ Y ആക്സിസിലും X ആക്സിസിലും അബ്സല്യൂട്ട് പ്രഷറുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം വാക്വം പ്രഷർ എന്ന് പറയുന്നതാണ് എയർ ഇല്ലാത്ത ഏരിയനാണ് എന്ത് പറയുന്നത്? വാക്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാക്വം പ്രഷർ എന്തായിരിക്കും? പ്രഷർ എന്ന് പറയുന്നത് അവിടെയുള്ള പ്രഷറാണ് വാക്വം പ്രഷർ. അപ്പം ഗേജ് പ്രഷർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പ്രഷറിന്റെയും വാക്വം പ്രഷറിന്റെയും ഇടയിലുള്ള ഡിഫറൻസിന് പറയുന്നതാണ് എന്ത്? ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ പ്ലസ് വാക്വം പ്രഷർ. അതായത് ഇനി നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് പ്രഷർ ആണ്. ഓക്കെ, അതായത് ഒരു ലിക്വിഡിൽ നമ്മൾ അതിന്റെ ഡെപ്ത് കൂടുന്തോറും പ്രഷറും കൂടും. ഓക്കെ, ഇനി the pressure at a point increases with the density of liquid.
അതായത് ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും അവിടുത്തെ പ്രഷർ, ആ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷറും ഇൻക്രീസ് ആയിരിക്കും. പിന്നെ ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ പ്രഷർ ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ അബൌട്ട് എ പോയിന്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ്. അതായത് ഒരു റെസ്റ്റ് ആയിട്ടുള്ള വാട്ടറിൽ എല്ലാ ഡയറക്ഷനിലേക്കും പ്രഷർ സെയിം ആയിരിക്കും. അപ്വാർഡ് പ്രഷറും ഡൗൺവാർഡ് പ്രഷറും ഒരു ലിക്വിഡിന്റെ പോയിന്റിൽ സെയിം ആയിരിക്കും. പാസ്കൽസ് ലോ. അതായത് ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റായ പാസ്കൽ പറയുന്നത് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഇൻ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ദിസ് ഈസ് നോൺ ആസ് പാസ്കൽസ് ലോ. അതായത് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ആയിട്ടുള്ള വാട്ടറിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പാസ്കൽ പറയുന്നത്. പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും. സിമ്പിൾ മാനോമീറ്ററിലെ 3 മാനോമീറ്റേഴ്സ് ഉണ്ട്. പിസോമീറ്റർ, U2 മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ U2 ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവേർട്ടഡ് U2 മാനോമീറ്റർ. താങ്ക് യു.